ഇന്ത്യൻ സൈനികർക്ക് ഇനി ഇൻസ്റ്റാഗ്രാമിൽ റീൽസുകൾ കാണാം, പക്ഷേ ലൈക്ക് ചെയ്യാനോ കമന്റ് ചെയ്യാനോ അനുവാദമില്ല. കേൾക്കുമ്പോൾ അല്പം കൗതുകം തോന്നുമെങ്കിലും ദേശീയ സുരക്ഷ മുൻനിർത്തി ഇന്ത്യൻ സൈന്യം തങ്ങളുടെ സോഷ്യൽ മീഡിയ നയത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. സൈനികർക്ക് സോഷ്യൽ മീഡിയയിൽ ഇനി എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല നോക്കാം. സൈന്യം പുറപ്പെടുവിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം സൈനികർക്കും ഉദ്യോഗസ്ഥർക്കും ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വിവരശേഖരണത്തിനോ നിരീക്ഷണത്തിനോ വേണ്ടി ഉപയോഗിക്കാം. അതായത് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാം, വിവരങ്ങൾ വായിക്കാം, എന്നാൽ അവിടെ തീരുന്നു ആ സ്വാതന്ത്ര്യം. സ്വന്തമായി ചിത്രങ്ങളോ വീഡിയോകളോ പോസ്റ്റ് ചെയ്യാനോ മറ്റുള്ളവരുടെ പോസ്റ്റുകൾക്ക് ലൈക്ക് നൽകാനോ അവ പങ്കുവയ്ക്കാനോ കമന്റ് രേഖപ്പെടുത്താനോ ഇനി മുതൽ അനുവാദം ഉണ്ടാകില്ല. സോഷ്യൽ മീഡിയയിൽ വെറുമൊരു കാഴ്ചക്കാരനായി മാത്രം തുടരുക എന്നതാണ് പുതിയ നയം. പ്രത്യേകിച്ചും എക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ അനാവശ്യമായ തർക്കങ്ങളിലോ വിവാദങ്ങളിലോ സൈനികർ ചെന്ന് ചാടാതിരിക്കാൻ ഈ നോ റിയാക്ഷൻ പോളിസി സഹായിക്കുമെന്നാണ് സൈനിക കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും കർശനമായ നിയന്ത്രണങ്ങൾ? ഇതിന് പിന്നിൽ ശക്തമായ സുരക്ഷാ കാരണങ്ങളുണ്ട്. വിദേശ ഏജൻസികൾ സോഷ്യൽ മീഡിയ വഴി സൈനികരെ ഹണി ട്രാപ്പിൽ കൊടുക്കുന്നതും തന്ത്രപ്രധാന വിവരങ്ങൾ ചോർത്തുന്നതും മുൻകാലങ്ങളിൽ വലിയ വെല്ലുവിളിയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ 2020 ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉൾപ്പെടെ 89 ആപ്പുകൾ സൈന്യം നിരോധിച്ചിരുന്നു. എന്നാൽ മാറുന്ന കാലത്ത് സ്മാർട്ട് ഫോണുകളെ പൂർണ്ണമായി മാറ്റി നിർത്താൻ കഴിയില്ലെന്ന് സൈന്യം തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പ് തുടങ്ങിയവ നിബന്ധനകളോടെ ഉപയോഗിക്കാൻ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. അടുത്തിടെ നടന്ന ചാണക്യ പ്രതിരോധ സംഭാഷണ കോൺക്ലേവിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിയിരുന്നു. ഇന്നത്തെ ജെൻസി തലമുറയ്ക്ക് സ്മാർട്ട് ഫോണുകൾ ജീവിതത്തിന്റെ ഭാഗമാണെന്നും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടാനും സാമ്പത്തിക കാര്യങ്ങൾക്കുമൊക്കെ ഇത് അത്യാവശ്യമാണെന്നും അദ്ദേഹം നിരീക്ഷിച്ചിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. എങ്കിലും സൈനിക അച്ചടക്കവും ഡിജിറ്റൽ ലോകത്തെ പ്രതികരണങ്ങളും തമ്മിൽ ഒരു വ്യക്തമായ അതിർവരമ്പ് ആവശ്യമാണ്. വ്യാജ വാർത്തകൾക്കെതിരെ സൈനികർ കണ്ണടയ്ക്കരുത് എന്ന് പുതിയ നിയമം പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉടൻ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിക്കാൻ സൈനികർക്ക് നിർദ്ദേശമുണ്ട്. ചുരുക്കത്തിൽ സൈനികരുടെ സ്വകാര്യതയും ആശയവിനിമയ സൗകര്യങ്ങളും മാനിക്കുന്നതോടൊപ്പം തന്നെ രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു മധ്യമാർഗമാണ് ഇന്ത്യൻ സൈന്യം സ്വീകരിച്ചിരിക്കുന്നത്. വിവരങ്ങൾ അറിയാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം, പക്ഷേ പ്രതികരണങ്ങളിൽ അതീവ ജാഗ്രത വേണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.